എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ ബഡേ ഭായി സാഹബിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 50 to 60 വേർഡ്സിൽ ആൻസേഴ്സ് എഴുതുന്നതിൻ്റെ 6th ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. बड़े भाई साहब ने ज़िंदगी के अनुभव और किताबी ज्ञान में से किसे और क्यों महत्वपूर्ण कहा है? बड़े भाई സാഹബ് ജീവിതത്തിലെ അനുഭവങ്ങളും പിന്നെ ബുക്കിൽ നിന്നുള്ള അറിവ്, ബുക്കിഷ് നോളജ്, ഇതിൽ ഏതിനെയാണ് മഹത്വപൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കുന്നത്? बड़े भाई साहब ने ज़िंदगी के अनुभव और किताबी ज्ञान में से बड़े भाई സാഹബ് ജിന്ദഗിക്ക് അനുഭവം, ജീവിതത്തിലെ അനുഭവങ്ങളും പിന്നെ ബുക്കിലത്തെ അറിവും, ഇത് രണ്ടിലും വെച്ചിട്ട് ജിന്ദഗിക്ക് അനുഭവക്കോ അധിക് മഹത്വപൂർണ്ണ മാനാഹേ, ജീവിതത്തിലെ അനുഭവങ്ങളെ അധികം മഹത്വപൂർണ്ണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിലെ അനുഭവങ്ങളാണ് കൂടുതൽ നല്ലത്, മഹത്വപൂർണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൻകാ മത്ത് था कि കിതാബി ജ്ഞാൻ തോ രട്ട മാർനെ കാ നാം ഹെ. അദ്ദേഹത്തിൻ്റെ വിചാരം, അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട്, മത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിചാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിങ്കിങ്സ്, അഭിപ്രായം എന്ത് വേണോ പറയാം. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് എന്താണ്? കിതാബി ജ്ഞാൻ, ബുക്കിൽ നിന്ന് കിട്ടണ അറിവ് എന്ന് വെച്ചാൽ അത് രട്ട മാർനെ കാ നാം ഹെ, അത് ജസ്റ്റ് ബൈ ഹാർട്ട് അടിക്കുന്ന പോലെയാണ്. വെറുതെ ഒന്ന് വായിക്കുക, നമുക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഉസ്മേ ऐसी ऐसी बातें हैं जिनका जीवन से कुछ लेना देना नहीं. ബുക്കിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണ്. പറഞ്ഞാൽ ജീവനിൽ പിന്നെ കുച്ച് ലേന ദേന നഹി, ഒരു കണക്ഷനും ഇല്ലാതെ ഒരു ഉപയോഗവും ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. इससे बुद्धि का विकास और जीवन की सही समझ विकसित नहीं हो पाती. ആ ബുക്കിലെ അറിവ് കൊണ്ട് ബുദ്ധിയുടെ ശരിയായിട്ടുള്ള വികാസമോ അല്ലെങ്കിൽ ജീവൻ കി സഹി സമജ്, ജീവിതത്തിനെ ശരിയാക്കി മനസ്സിലാക്കുക എന്നുള്ള കാര്യമോ സാധിക്കുന്നതല്ല. ഇത് രണ്ടും ഇതിൽ കൂടി പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ സമജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിനെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ അർത്ഥം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് വേണ്ട പോലെ ചെയ്യുക, വേണ്ട പോലെ തീരുമാനങ്ങൾ എടുക്കുക, എന്താ ചെയ്യേണ്ടെന്ന് ശരിയായി തീരുമാനിക്കുക. അതിനെയൊക്കെയാണ് ഈ സമജ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. इसके विपरीत अनुभव से जीवन की सही समझ विकसित होती है. എന്താ പറയുന്നത്? ഇതിൻ്റെ വിപരീതമായിട്ട് അനുഭവങ്ങളിൽ കൂടി അഥവാ നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടിയാണ് ജീവൻ കി സഹി സമജ് വികസിത് ഹോത്തി ഹെ, ജീവിതത്തിലെ ശരിയായിട്ടുള്ള സമജ്. പിന്നെയും വന്നു കണ്ടോ, ശരിയായി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്, നമ്മൾക്ക് കറക്റ്റ് ആ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യേണ്ട ആ ബുദ്ധി വികസിതമാകുന്നത് അനുഭവങ്ങളിൽ കൂടിയാണ്. ഇസി അനുഭവ് സെ ജീവൻ കെ സുഖ ദുഃഖ സെ സരളതാ സെ പാർ പായ ജാത്താ ഹെ. ഇസി അനുഭവ സെ, ഈ അനുഭവങ്ങളെ കൊണ്ട് ജീവൻ കെ സുഖ ദുഃഖ സെ, പിന്നെ ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങളെ കൊണ്ടും സരളതാ സെ, നല്ല രീതിയിൽ പറഞ്ഞാൽ ഈസി ആയിട്ട് പാർ പായ ജാത്താ ഹെ, നമ്മൾക്ക് പിന്നെ എല്ലാം പിന്നെ പാർ ചെയ്യാൻ പറ്റും, ക്രോസ് ചെയ്യാൻ പറ്റും, പറഞ്ഞാൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്ന അർത്ഥം. घर का खर्च चलाना हो, घर के प्रबंध करना हो, घर का खर्च चलाना, വീട്ടിലെ ചെലവ് നടത്തുക. घर का खर्च चलाना हो കഴിഞ്ഞിട്ട് കോമ, പിന്നെ घर के प्रबंध करने हो, വീട്ടിലെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, യാ ബീമാരി കാ സങ്കട്ട് ഹോ, അല്ലാന്നുണ്ടെങ്കിൽ ബീമാരി, അസുഖങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും, വഹി ഉമ്ര और അനുഭവ് ഹി ഇൻമേ വ്യക്തി की मदद करते हैं. ഇങ്ങനെ ഏത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഉമ്ര, നമ്മുടെ വയസ്സും പിന്നെ നമ്മുടെ അനുഭവങ്ങളും മാത്രമാണ് ഒരു വ്യക്തിയെ ഇതിൽ ഹെൽപ്പ് ചെയ്യുക, ഇതിന് ശരിയായിട്ട് പിന്നെ ഇതിനെയൊക്കെ സോൾവ് ചെയ്യാൻ സഹായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബതായിയെ പാഠ് കെ കിൻ അംശോं से पता चलता है कि, പാഠത്തിലെ ഏത് ഭാഗത്തിൽ നിന്നാണ്, ഏത് സെൻറ്റൻസിൽ നിന്നാണ് നമ്മൾക്ക് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആദ്യത്തെ, ചോട്ടാ ഭായി അപ്നെ ഭായി സാഹബ് കാ ആദർ കർത്താ ഹെ. ചോട്ടാ ഭായി, അനുജൻ, തൻ്റെ ഏട്ടനെ ബഡേ ഭായിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പാഠത്തിലെ ഏത് സന്ദർഭത്തിൽ നിന്നാണ്, എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക? छोटा भाई का मानना है कि बड़े भाई को उसे डांटने डपटने का पूरा अधिकार है. छोटा भाई എന്താ വിചാരിക്കുന്നത്? ചോട്ടാ ഭായി പറയുന്നതനുസരിച്ചിട്ട് എന്താണ്? വലിയ ബ്രദറിന് പിന്നെ ഏട്ടനായതുകൊണ്ട്, വലുതായതുകൊണ്ട് ഉസെ ഡാണ്നെ ഡപ്പട്നെ കാ പൂര അധികാർ ഹെ, എന്നെ വഴക്ക് പറയാനോ ചീത്ത പറയാനൊക്കെ ഉള്ള മുഴുവനും അധികാരം ഉണ്ട്. ക്യൂങ്കി വേ ഉസ്സെ ബഡേ ഹെ, എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം എന്നെക്കാട്ടിലും വലുതാണ്, അതുകൊണ്ട്. छोटे भाई की शालीनता व सभ्यता इसी में थी कि वह उनके आदेश को कानून की तरह माने.
ശാലീനത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനയപൂർവ്വം അല്ലെങ്കിൽ നമ്രത, വിനമ്രത എന്ത് വേണോ പറയാം. ഹിന്ദിയിലൊക്കെ ഇതേ വേർഡ്സ്, മലയാളത്തിലും ഇതേ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ചെറിയ ഭായിയുടെ, ചോട്ടെ ഭായിയുടെ ശാലീനമായിട്ടുള്ള സ്വഭാവവും പറഞ്ഞാൽ വിനയത്തോടു കൂടിയുള്ള സ്വഭാവവും, പിന്നെ സഭ്യത എന്ന് വെച്ചാൽ സിവിലൈസേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തരോടും പെരുമാറേണ്ടത് എന്നൊക്കെ അറിയണ ആ സ്വഭാവങ്ങളല്ലേ. അപ്പോൾ ആ സഭ്യതയും എന്താണ്, എന്തിൽ നിന്നാണ്? ഇസീമേ थी कि वह उनके आदेश को कानून की तरह माने. പറഞ്ഞാൽ ആ ശാലീനതയൊക്കെ കാണിക്കാനുള്ള പിന്നെ സിറ്റുവേഷൻ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വലിയേട്ടൻ്റെ ആദേശങ്ങളെ ഒരു നിയമം പോലെ അങ്ങോട്ട് പിന്നെ സ്വീകരിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അർത്ഥാത് അതിൻ്റെ അർത്ഥം പൂരി സാവധാനി വസതർക്കതാസെ ഉൻകി ബാത് കാ പാലൻ കരേ. പൂരി സാവധാനി വളരെ ക്ഷമയോടുകൂടിയും, സതർക്കത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട്, ശ്രദ്ധയോടുകൂടി. അതിൽ ഇൻ്റെ മാത്ര കായിൻ്റെ മേലാണ് വരിക കേട്ടോ, തായിൻ്റെ മേലെയല്ല. സതർക്കത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട്, ശ്രദ്ധയോടുകൂടിയും ഉൻകി ബാത് കാ പാലൻ കരേ. വലിയേട്ടൻ പറയണ കാര്യങ്ങൾ, ബഡേബായിയുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക, കേൾക്കുക. നെക്സ്റ്റ്, ഭായ് സാഹബ് കോ ജിന്ദഗി കാ അച്ഛാ അനുഭവ് ഹെ. ഭായ് സാഹബിന് ജീവിതത്തിന് നല്ല അനുഭവങ്ങൾ ഉണ്ട്, നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അത് ഏത് സന്ദർഭത്തിലാണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഭായ് സാഹബ് നെ ചോട്ടെ ഭായ് സെ കഹാ കി മുझे ജീവൻ കാ തുംസെ അധിക് അനുഭവ് ഹെ. ഭായ് സാഹബ് ചോട്ടെ ഭായിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ നിന്നെക്കാട്ടിലും അനുഭവങ്ങൾ ഉണ്ട്. സമജ് കിതാബി ഗ്യാൻ സെ നഹി ആത്തി. സമജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാനും ചെയ്യാനും ഉള്ള കഴിവ്, അതിനെയാണ് ഈ സമജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഴിവ് എന്താണ്? കിതാബി ഗ്യാൻ സെ നഹി ആത്തി. ബുക്കിഷ് നോളേജിൽ നിന്ന്, ബുക്കിൽ നിന്ന് വായിച്ച അറിവിൽ നിന്ന് കിട്ടില്ല. അപിതു ദുനിയാക്കെ അനുഭവ് സെ ആത്തി ഹെ. അതെല്ലാം ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, ലോകത്തിലുള്ള നമ്മൾ ജീവിക്കുന്നതിൽ കൂടി നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് കിട്ടുക. ജിസ് പ്രകാർ അമ്മ വ ദാദാ പഠേ ലിഖെ നഹി ഹെ. നമ്മളുടെ അമ്മയും ദാദാജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അച്ഛനും പഠിച്ചതല്ല, അവരൊന്നും പഠിപ്പുള്ളതല്ല. ഫിർ ബി ഉന്നെ സംസാർ കാ അനുഭവ് ഹംസെ അധിക് ഹെ. എന്നാലും അവർക്ക് ലോകപരിചയം, ലോകത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മളെക്കാളും കൂടുതലുണ്ട്. ബഡേ ഭായിനെ കഹാ കി യദി മേ ആജ് അസ്വസ്ഥ ഹോ ജാവൂ. പിന്നെ ബഡേ ഭായി പറഞ്ഞത് എന്താണ്? എങ്ങാനും ഞാനിപ്പോൾ എന്തെങ്കിലും അസുഖബാധിതനായിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും വയ്യാതെ വന്നാൽ, तो तुम भली प्रकार मेरी देख रेख नहीं कर सकते. നീ എന്നെ നേരെമാർഗം നോക്കാൻ സാധിക്കില്ല, നിനക്ക് എന്നെ നേരെമാർഗം നോക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഭയങ്കര ഡിസ്റ്റർബ് ആവും, നിനക്കൊരു ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് കിട്ടില്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. യദി ദാദാ ഹോ, എങ്ങാനും നിൻ്റെ സ്ഥാനത്ത് അച്ചാച്ചനാണെന്നുണ്ടെങ്കിൽ, ദാദാജി ആണെന്നുണ്ടെങ്കിൽ, തോവേ സ്ഥിതിക്കോ സമ്പാലില്ലെങ്കിൽ, അങ്ങേരാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തും അപ്പനെ ഹെഡ് മാസ്റ്റർ കോ ദേക്കോ. ഇനി അടുത്തത് ഹെഡ് മാസ്റ്ററിൻ്റെ എക്സാമ്പിൾ എടുത്തു. നീ നിൻ്റെ ഹെഡ് മാസ്റ്ററിനെ നോക്ക്. ഉൻകെ പാസ് അനേക് ഡിഗ്രിയാ ഹെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ഡിഗ്രികളുണ്ട്. ഉൻകെ ഘർ കാ ഇന്തസാം ഉൻകി ബൂഢി മാ കർത്തി ഹെ. എന്നാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? ആ വൃദ്ധയായിട്ടുള്ള വയസ്സായ അമ്മയാണ്. इन सब उदाहरणों से स्पष्ट है कि ഭായ് സാഹബ് को ജിന്ദഗി का अच्छा അനുഭവ് था. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഭായ് സാഹബിന് ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. നെക്സ്റ്റ്, ഭായ് സാഹബ് കെ ഭീതർ ബി ഏക് ബച്ചാ ഹെ. ഭായ് സാഹബിൻ്റെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്, മനസ്സിൻ്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. അത് എവിടെ നിന്നാണ് വ്യക്തമാവുന്നത്? ഭായ് സാഹബിനെ ചോട്ടെ ഭായി സെ കഹാ കി. ഭായ് സാഹബ് ചോട്ടെ ഭായിയുടെ അടുത്ത് പറഞ്ഞു, അനുജൻ്റെ അടുത്ത് പറഞ്ഞു, കി मैं तुमको पतंग उड़ाने को मना ही नहीं करता. ഉഡാൻ എന്നല്ല, ഉഡാനെ പറപ്പിക്കാൻ, കി അല്ല കോ, മനാഹി, മനാന്ന് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഹീയിൽ കുത്തില്ല, നഹി കർത്ത. മേ തുംകോ പതംഗ് ഉഡാനെ കോ മനാ ഹി നഹി കർത്ത. ഹീ ഇല്ലെങ്കിലും വിരോധമില്ല, മനാ നഹി കർത്ത എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എന്താ പറയണത്? പിന്നെ ബഡേ ഭായ് സാഹബ് എന്താ പറയുന്നത്? ഞാൻ നിന്നെ പട്ടം പറപ്പിക്കാൻ വേണ്ട എന്ന് പറയില്ല. സച്ച് തോ യഹ് കി പതംഗ് ഉഡാനെ കി മേരി ബി ഇച്ഛ ഹോത്തി ഹെ. സത്യം എന്താന്ന് വെച്ചാൽ പട്ടം പറപ്പിക്കാൻ എനിക്കും ഇഷ്ടമാണ്, എനിക്കും ചെയ്യാൻ തോന്നും. ബഡേ ഭായ് സാഹബ് ബഡേ ഹോനെ കെ നാത്തെ അപ്നി ഭാവനാओं को ദബാ ജാത്തെ ഹെ. ബഡേ ഭായ് സാഹബ് ബഡേ ഹോനെ കെ നാത്തെ, അദ്ദേഹം വലുതായതുകൊണ്ട്, വയസ്സിൽ വലുതായതുകൊണ്ട്, വലിയ ഭായി ആയതുകൊണ്ട്
ആയതുകൊണ്ട് അപ്പനി ഭാവനകോ തൻ്റെ ഫീലിങ്സിനെയൊക്കെ ദബാ ജാത്തേ ഹേ. ദവാ എന്നല്ല, ദവാ എന്ന് വെച്ചാൽ മരുന്നാണ്. ദബാ ബാലക് എന്നുള്ള ബാ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ഉള്ളിൽ അമർത്തി വയ്ക്കും, പറഞ്ഞാൽ അടിച്ചമർത്തി വയ്ക്കും, ഉള്ളിൽ തന്നെ വെക്കും, പുറത്ത് പ്രകടിപ്പിക്കില്ല എന്നർത്ഥം. ദബാ ജാത്തേ ഹേ. ഏക് ദിൻ ഭായ് സാഹബ് കെ ഊപ്പർ സെ പതംഗ് ഗുസറി. ഒരു ദിവസം ഭായ് സാഹബിൻ്റെ മേലെ കൂടിയിട്ട്, മേലെ എന്ന് വെച്ചാൽ തലയുടെ മേലെ കൂടിയിട്ട് പിന്നെ ഒരു പതംഗ്, ഒരു കൈറ്റ് പറന്നുപോയി. ഭായ് സാഹബ് നെ അപ്നി ലംബായി കാ ലാഭ് ഉഠായ. ഭായ് സാഹബ് തൻ്റെ പിന്നെ ഉയരത്തിൻ്റെ ഫായ്ദ, ലാഭ് ഉഠായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലെടുത്തു. ഉയരമുള്ള ആളായിരുന്നു, അതുകൊണ്ട് ആ ഉയരത്തിനെ മുതലെടുത്തു. എന്താ ചെയ്തത്? വേ ഉച്ചൽക്കർ പതംഗ് കി ഡോർ പക്കഡ്കർ ഹോസ്റ്റൽ की ओर दौड़कर आ रहे थे. ഉച്ചൽക്കർ ചാടി, പതംഗ് കി ഡോർ പക്കഡ്കർ ആ പട്ടത്തിൻ്റെ ആ ത്രെഡ്, ആ നൂലിനെ പിടിച്ചു, കയ്യിൽ പിടിച്ച് ഹോസ്റ്റൽ കി ഓർ ഹോസ്റ്റലിലോട്ട് ദോഡ്കർ ആ രഹേ തേ ഓടിപ്പോയി. പറഞ്ഞാൽ ദോഡ്കർ ജാ രഹേ തേ കുറച്ചും കൂടി ശരിയായിരിക്കും. ചോട്ടാ ഭായി ബി ഉൻകെ പീച്ചെ പീച്ചെ ദോഡ് റഹാ താ. അപ്പോൾ ചെറിയ ഭായിയും ചോട്ടാ ഭായി എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. ഇൻ സഭി ബാത്തോ സെ യഹ സിദ്ധ് ഹോത്താ ഹേ കി ഈ കാര്യങ്ങളിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ബഡേ ഭായി സാഹബ് കെ ഭീത്തർ ബി ഏക് ബച്ചാ ഹേ. ബഡേ ഭായിയുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ജോ അനുകൂല വാതാവരൺ പാക്കർ ഉഭർ ഉടുത്താ ഹേ. അപ്പോൾ അനുകൂല വാതാവരൺ, അനുകൂലമായിട്ടുള്ള യോജിച്ച അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സമയത്ത് അത് പുറത്തു വന്നു. നെക്സ്റ്റ്, ഭായ് സാഹബ് ചോട്ടേ ഭായി കാ ഭലാ ചാഹത്തെ ഹേ. ഭായ് സാഹബ് ചെറിയ ഭായിയുടെ, ചോട്ടാ ഭായിയുടെ നല്ലതാണ് എന്നും ആഗ്രഹിക്കുന്നത്, നല്ലതാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഏതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. बड़े भाई साहब द्वारा छोटे भाई को यह समझाना कि किताबी ज्ञान होना एक बात है और जीवन का अनुभव दूसरी बात. बड़े भाई साहब ചോട്ടാ ഭായിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ്? കിതാബി ഗ്യാൻ ഹോന ഏക് ബാത്ത്. പുസ്തകത്തിലുള്ള അറിവ് കിട്ടുക എന്നുള്ളത് ഒരു കാര്യം, പിന്നെ ജീവൻ കാ അനുഭവ് ദൂസരി ബാത്ത്, ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങൾ ഇനിയൊരു കാര്യം, അത് വേറൊരു കാര്യമാണ്. तुम पढ़ाई में परीक्षा पास करके मेरे पास आ गए हो. നീ പഠിപ്പിൽ പരീക്ഷ പാസ്സായിട്ട് എൻ്റെ മുമ്പത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ലേക്കിൻ യഹ് യാദ് രഖോ കി मैं तुमसे बड़ा हूँ. എന്നാൽ നീ ഇത് ഓർമ്മ വെക്കണം, ഞാൻ നിന്നെക്കാട്ടിലും വലുതാണ്. और तुम मुझसे छोटे हो. നീ എന്നെക്കാട്ടിലും ചെറുതാണ് എന്ന് നീ ഓർമ്മ വെക്കണം. मैं तुम्हें गलत रास्ते पर रखने के लिए थप्पड़ का डर दिखा सकता हूँ. നീ തെറ്റായ വഴിയിൽ കൂടി പോകാൻ തുടങ്ങിയാൽ ഞാൻ നിന്നെ തപ്പടുക്ക ഡർ ദിഖാ സക്താ ഹൂँ. തപ്പട് എന്ന് വെച്ചാൽ അടിക്കുക. ഞാൻ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ പറ്റും, എനിക്കങ്ങനെ അടിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ കഴിയും. ഇത് സെൻറ്റൻസ് ശരിയല്ല. മേ തുമേ ഗലത് റസ്തേ പർ ചൽനേ സേ, രഖ്നെ കെ ലിയെ എന്ന് വേണ്ട, രഖ്നെ കെ ലിയെ എന്ന് വേണ്ട, ചൽനേ സേ थप्पड़ का डर दिखा सकता हूँ. मैं तुम्हें गलत रास्ते पर चलने से थप्पड़ का डर दिखा सकता हूँ. या थप्पड़ मार भी सकता हूँ. വെറുതെ കാണിക്കുകയല്ല, അടി കിട്ടുന്ന ഞാൻ ചിലപ്പോൾ അടിക്കാനും സാധ്യതയുണ്ട്. അർത്ഥാത് മീൻസ് തുമെ ഡാണ്ടനെ കാ ഹക്ക് മുझे है. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ ചീത്ത പറയാനുള്ള മുഴുവൻ അധികാരവും എനിക്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് കെ ആശയ സ്പഷ്ട കീജിയെ. താഴെ കൊടുത്തിരിക്കുന്നത് ചാപ്റ്ററിലെ സെൻറ്റൻസ് ആണ്, അതിൻ്റെ ആശയം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പറയണം. ഇംതിഹാൻ പാസ് കർ ലേന കോയി ചീസ് നഹി, അസൽ ചീസ് ഹെ ബുദ്ധി കാ വികാസ്. ഇംതിഹാൻ എന്ന് വെച്ചാൽ എക്സാം, പരീക്ഷ. അപ്പോൾ പരീക്ഷ പാസ്സാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമല്ല. അസ്ലി ചീസ് ഹെ, ശരിയായ കാര്യമാണ് ബുദ്ധി കാ വികാസ്, ബുദ്ധിയുടെ വികാസം. इस पंक्ति का आशय है, ഈ ലൈനിൻ്റെ അർത്ഥമാണ് कि इम्तिहान में पास हो जाना कोई बड़ी बात नहीं है. പരീക്ഷയിൽ പാസ്സാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമല്ല. ക്യൂങ്കി, എന്തുകൊണ്ടെന്നാൽ ഇംതിഹാൻ तो रट कर भी पास किया जा सकता है. പരീക്ഷകൾ റട്ട് കർ എന്ന് വെച്ചാൽ വെറുതെ ബൈഹാർട്ട് ചെയ്തിട്ടും പാസ്സാകാൻ കഴിയും. പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിഞ്ഞില്ലേ, അത് മനസ്സിലാക്കിയില്ലേ ഒന്നും ബാധകമല്ല അവിടെ. വെറുതെ അത് എങ്ങനെ എഴുതിയിരിക്കണോ ബുക്കിൽ അതിനെ തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാകും. അത് മനസ്സിലാക്കണം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. കേവൽ ഇംതിഹാൻ പാസ് കർണേ സെ ജീവൻ കാ അനുഭവ് പ്രാപ്ത് നഹി ഹോത്ത. വെറും പരീക്ഷ പാസ്സാവുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിലെ അനുഭവങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല, അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഓർ ബിനാ അനുഭവ് കെ ബുദ്ധി കാ വികാസ് നഹി ഹോത്ത. ഈ അനുഭവങ്ങൾ, ജീവിതത്തിലെ അനുഭവങ്ങളില്ലാതെ ബുദ്ധി വികസിക്കുകയും ഇല്ല, ബുദ്ധി വികാസവും ഉണ്ടാകില്ല. വാസ്തവിക് ജ്ഞാൻ തോ ബുദ്ധി കാ വികാസ് ഹെ. വാസ്തവികമായിട്ടുള്ള ശരിയായിട്ടുള്ള ജ്ഞാൻ, അറിവ് എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിയുടെ വികാസമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ശരി
ശരിയാണ് അല്ലേ? പക്ഷേങ്കിൽ എന്താണ്, നമുക്ക് ഇന്നത്തെ കാലത്ത് പരീക്ഷ എഴുതാണ്ടിയും പരീക്ഷ പിന്നെ എന്നൊന്നും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. ജിസ്സെ വ്യക്തി ജീവൻ കോ സാർത്ഥക് ബനാ സക്താ ഹെ. അപ്പോൾ വാസ്തവിക് ജ്ഞാൻ എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് ബുദ്ധിവികാസമാണ്. അതിൽ കൂടി വ്യക്തിയുടെ ജീവൻ സാർത്ഥക് ബനാ സക്താ ഹെ, സാർത്ഥകമാകുന്നു. അതിൻ്റെ അർത്ഥം അർത്ഥവത്തുള്ളതാകുന്നു, മീനിങ് ഫുൾ ആകുന്നു. സാർത്ഥക്കിൻ്റെ ഓപ്പോസിറ്റാണ് നിരർത്ഥക്, മീനിങ്ലെസ്, പറഞ്ഞാൽ അർത്ഥമില്ലാത്തത്. नेक्स्ट क्वेश्चन, फिर भी जैसे मौत और विपत्ति के बीच भी आदमी मोह और माया के बंधन में जकड़ा रहता है, എന്നാലും എങ്ങനെയാണോ മനുഷ്യൻ മോത്ത് ഓർ വിപത്തിക്ക് ബീച്ച്, മരണത്തിൻ്റെയും വിപത്തി തന്നെയാണ്, അല്ലെങ്കിൽ ആപത്തി എന്നും പറയാം, ആപത്തിൻ്റെയും ഇടയിൽ ആദ്മി മോഹ ഓർ മായാക്കെ ബന്ധന്മേ, മനുഷ്യർ മോഹങ്ങളും മായകളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, അതിൻ്റെ ബന്ധനത്തിൽ ജക്കടാ രഹത്താ ഹേ, കുടുങ്ങിയിരിക്കുക, മോഹത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മേ ഫട്കാർ കുടുക്കിയ ഖാഖർ ബി, ഞാൻ ഈ വഴക്കെല്ലാം കേട്ടിട്ടും കൂടിയിട്ട് കേൽ കൂത് കാ തിരസ്കാർ ന കർ സക്താ ഥാ, കളി ഒഴിവാക്കാൻ പറ്റില്ല, കളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കളി വേണ്ട എന്ന് തീരുമാനിക്കാൻ എനിക്ക് പറ്റില്ല. ഗുഡിക്കിയ കാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്ക് കേൾക്കുക. നമ്മളിപ്പോൾ വഴക്ക് പറയുന്നതിന് ഡാണ്ടന എന്ന് പറയും അല്ലേ? അപ്പോൾ വഴക്ക് കേൾക്കുക എന്നുള്ളതിന് ഡാണ്ട് ഖാന എന്ന് പറയും. ഹിന്ദിയിൽ അങ്ങനെയാണ് പറയുക, ഖാന എന്ന് യൂസ് ചെയ്യും. പക്ഷേ മലയാളത്തിൽ നമ്മൾ അത് പറഞ്ഞിട്ട് അതേപോലെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. आंसर, लेखक खेलकूद सैर सपाटे और मटर गस्ती का बड़ा പ്രേമി था. ലേഖകൻ ഖേൽകൂത്ത് കളികൾ, പിന്നെ സേർ സപ്പാട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങി നടക്കുക. നമ്മൾ പിക്നിക്കിനും ഒക്കെ സേർ സപ്പാട്ടെ എന്ന് പറയാം. മട്ടർ ഗസ്തി എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ കറങ്ങി നടക്കുക. മട്ടർ ഗസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വ്യർത്ഥമേ ഘൂമന, ഇധർ ഉധർ ഘൂമന, നമ്മൾ തെണ്ടി നടക്കുക എന്ന് പറയില്ലേ, അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു. ബഡാ പ്രേമി ഥ, ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ലേഖകൻ. ഉസ്ക ബഡാ ബായി ഇൻ സബ് ബാത്തോ കെ ലിയെ ഉസെ ഖൂബ് ഡാണ്ട്താ ഡപ്പട്താ ഥ. അപ്പോൾ ലേഖകൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ലേഖകൻ്റെ ബഡാബായി ലേഖകനെ കുറേ ചീത്ത പറയുമായിരുന്നു, വഴക്ക് പറയുമായിരുന്നു. ഉസെ ഘുടുക്കിയാൻ ദേത്താ ഥ. അപ്പോൾ ഘുടുക്കിയാൻ ദേത്താത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്ക്, എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുക അതിന് വേണ്ടിയിട്ട്. തിരസ്കാർ കർത്താ ഥ, പിന്നെ തിരസ്കരിക്കുമായിരുന്നു. പരന്തു ഫിർ ഭി വഹ ഖേൽ കൂദ് കോ നഹീ ഛോഡ് സക്താ ഥ. എന്നാലും എന്തൊക്കെ സംഭവിച്ചാലും കളി ഒഴിവാക്കാൻ ലേഖകന് പറ്റില്ലായിരുന്നു. വഹ് കേലോം പർ ജാൻ ചിടക്താ ഥ. വഹ് കേലോം പർ, കളികളിൽ ലേഖകൻ ജാൻ ചിടക്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണൻ കൊടുക്കുമായിരുന്നു. ചിടക്ന എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ തെളിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ പ്രാണൻ തെളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു ചെറിയൊരു മുഹാവര പോലെ തന്നെയാണ് ജാൻ ചിടക്ന എന്ന് പറഞ്ഞാൽ ബഹോത് പസന്ത് കർണ, ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. जिस प्रकार विविध संकटों में फंसकर भी मनुष्य मोह माया में बंधा रहता है, ഏത് വിധത്തിലാണോ വിവിധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ മനുഷ്യൻ കൂടിയിട്ട് മോഹത്തിലെ ആഗ്രഹങ്ങൾ, എന്നിട്ടും അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു, ബന്ധനത്തിൽ ആവുന്നുവോ, അതുപോലെ തന്നെ ഉസി പ്രകാർ ലേഖക് ഡാണ്ട് ഫട്കാർ സഹകർ ബി, അതേപോലെ തന്നെ ലേഖക് കുറേ എത്ര വഴക്ക് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭായിയുടെ കയ്യിൽ നിന്ന് കേൽ കൂത് കെ ആകർഷൺ സെ ബന്ധാ രഹത്താ ഥ, കളിക്കുക എന്നുള്ള ആ ആകർഷണം, കളി എന്നുള്ള ആ വിചാരം അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു, അതിൻ്റെ ബന്ധനത്തിലായിരുന്നു, അതിന് വെളിയിൽ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. नेक्स्ट क्वेश्चन, बुनियाद ही पुख्ता न हो तो मकान कैसे पायदार बने. ബുനിയാദ് എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ, ബേസ്. ഫൗണ്ടേഷൻ തന്നെ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, പുക്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, മക്കാൻ കേസെ പായദാർ ബനെ, കെട്ടിടം എങ്ങനെ സ്ട്രോങ് ആയിരിക്കും, ദൃഢമായിരിക്കും. പായദാർ പുക്ത എന്നൊക്കെയുള്ളതിന് ദൃഢ മസ്ബൂത്ത് എന്നൊക്കെ പറയാം. ഇസ് പങ്ക്തി കാ ആശയ ഹെ കി ജിസ് പ്രകാർ മക്കാൻ കോ മസ്ബൂത്ത് തഥാ ടിക്കാവു ബനാനെ കെ ലിയെ, ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഏത് വിധത്തിലാണ് മക്കാൻ കോ മസ്ബൂത്ത് തഥാ ടിക്കാവു ബനാനെ കെ ലിയെ, ഒരു കെട്ടിടത്തിനെ സ്ട്രോങ്ങും പിന്നെ ടിക്കാവു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നിലനിൽക്കുന്ന, ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയില്ലേ, അതാണ് ടിക്കാവു. അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉസ്കി നീവ് കോ ഗഹര തഥാ ठोस बनाया जाता है, അതിൻ്റെ ഫൗണ്ടേഷനെ, നീവ് എന്ന് വെച്ചാലും അതിൻ്റെ ബേസ് അഥവാ ഫൗണ്ടേഷൻ തന്നെയാണ്, അതിനെ ഗഹര ആഴമുള്ളതും, ठोस എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സോളിഡ് ആയിട്ടുള്ള ദൃഢമായിട്ടുള്ളതും ആക്കി ഉണ്ടാക്കുന്നുവോ,
ठीक उसी प्रकार से അതേപോലെ തന്നെ ജീവൻ की नींव को मजबूत बनाने के लिए ജീവിതമാകുന്ന ആ ഫൗണ്ടേഷനെ ദൃഢമാക്കാൻ അഥവാ സ്ട്രോങ് ആക്കാൻ വേണ്ടി ശിക്ഷാരൂപി ഭവൻ की नींव भी ശിക്ഷാരൂപത്തിലുള്ള ശിക്ഷ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം പഠിപ്പ് അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ രൂപത്തിലുള്ള ഭവനത്തിനെ അഥവാ വീടിനെ നീവ് ഭി ഭവൻ की नींव ആ വിദ്യാഭ്യാസത്തിൻ്റെ രൂപത്തിലുള്ള വീട്ടിൻ്റെ നീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ബഹുത് മജ്ബൂത്ത് ഹോനി ചാഹിയേ നല്ല ദൃഢമായിട്ടിരിക്കേണ്ടത് ആവശ്യമാണ് ക്യൂങ്കി ഇസ്കെ ബിന ജീവൻ രൂപി മക്കാൻ പായദാർ നഹി ബൻ സക്ത എന്തുകൊണ്ടെന്നാൽ ഇത് ഇല്ലാതെ അങ്ങനെ സ്ട്രോങ് അല്ലാതെ ജീവിതത്തിൻ്റെ രൂപത്തിലുള്ള ആ ബിൽഡിങ് ജീവൻ രൂപി മക്കാൻ പായദാർ നഹി ബൻ സക്ത ദൃഢമാക്കാൻ സാധിക്കില്ല സ്ട്രോങ് ആക്കാൻ കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആംഖേ ആസ്മാൻ കി ഓർ ഥി കണ്ണുകൾ ആകാശത്തിലേക്കായിരുന്നു ഓർ മൻ ഉസ് ആകാശഗാമി പതിക്ക് ഓർ മനസ്സോ ആ ആകാശഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്ന ആകാശമേ വിചരൺ കർണേ വാല ആകാശമേ ചലനേ വാല എന്നൊക്കെ പറയാം. ആകാശത്തിൽ സഞ്ചരിക്കുന്ന പതിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രികൻ അഥവാ മുസാഫിർ എന്ന് ഹിന്ദിയിൽ പറയാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വഴിപോക്കൻ എന്നൊക്കെ പറയാം. അങ്ങനെ പോകുന്ന ആ യാത്രയിലേക്ക് ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് ഇവിടെ പതിക്ക്? യാത്രികൻ ആരാണ് ഇവിടെ? പട്ടം അല്ലേ? മേലെ പറക്കുന്ന പട്ടത്തിനെയാണ് പറയുന്നത് ഇവിടെ. ജോ അടുത്തത് ബന്ദ് രാത്തീസെ എന്നല്ല മന്ദഗതീസെ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ജോ മന്ദഗതീസെ പതുക്കെ, ജോ മന്ദഗതീസെ ആരഹാത്ത പതുക്കെ പോകുന്നുണ്ടായിരുന്നു, അത് പറക്കുന്നുണ്ടായിരുന്നു. മാനോ കോയി ആത്മാ സ്വർഗ് സെ നിക്കൽക്കർ വിരക്ത് മനസ്സെ നയെ സംസ്കരൺ ഗ്രഹൺ കർണേ ജാ രഹി ഹോ, ഏതെങ്കിലും ഒരു ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്ന് വിരക്തമായ മനസ്സോടുകൂടി വേറെ ഒരു പുതിയ രൂപം പ്രാപിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആശയം വ്യക്തമാക്കുന്നത് लेखक पतंग लूटने के लिए आकाश की ओर देखता हुआ दौड़ा जा रहा था. ലേഖകൻ ആ പതംഗ കൈറ്റ് അഥവാ പട്ടം എടുക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിയിട്ട് നൂലിൽ നിന്ന് പൊട്ടിയിട്ട് അത് പോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറന്നു പോകുകയാണത്. ആരുടെയോ കയ്യിൽ നിന്ന് പൊട്ടിയിട്ട് ഇങ്ങനെ പറന്നു പോവുക. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ആകാശ് കി ഓർ ദേഖ്താ ഹുവ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ദോടാ ജാ രഹാ താ ഓടി പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ. ഉസ്കി ആങ്കെ ആകാശ് മേ ഉടനെ വാലി പതംഗ് രൂപി യാത്രി കി ഓർ ഥി, ലേഖകൻ്റെ കണ്ണുകൾ ആകാശത്തിൽ പറക്കുന്ന ആ പട്ടത്തിൻ്റെ രൂപത്തിലുള്ള യാത്രിയുടെ മേലെ ആയിരുന്നു, അതിനെയായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. അർത്ഥാത് ഉസെ പതംഗ് ആകാശ് മേ ഉഡ്നെ വാലി ദിവ്യ ആത്മാ ജേസി മനോരം പ്രതീത് ഹോ രഹി തി. അതിൻ്റെ അർത്ഥം ഉസെ എന്ന് വെച്ചാൽ ലേഖകന്, പതംഗ് ആ പട്ടം, ആകാശ് മേ ഉഡ്നെ വാലി ദിവ്യ ആത്മാ ജേസി ആകാശത്തിൽ പറക്കുന്ന ഏതോ ഒരു ദിവ്യ ആത്മാവിനെ പോലെ മനോരം പ്രതീത് ഹോ രഹി തി പറഞ്ഞാൽ മനസ്സിൽ അങ്ങനെ പ്രതീതമാവുന്നുണ്ടായിരുന്നു, തോന്നുന്നുണ്ടായിരുന്നു. വ ആത്മാ മാനോ മന്ദഗതി സെ झूमती हुई नीचे की ओर आ रही थी. ആ ആത്മാവ് മന്ദഗതീസെ വളരെ പതുക്കെ ജൂംതി ഹുയി പറഞ്ഞാൽ ആടി ഒലഞ്ഞ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ആശ യഹ് ഹേ കി കട്ടി ഹുയി പതംഗ് ധീരെ ധീരെ ധർത്തി കി ഓർ ഗിർ രഹി തി. ഇതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, എന്താണ്? കട്ടി ഹുയി പതംഗ് പറഞ്ഞാൽ ആ ചരടുന്ന് മുറിഞ്ഞ് പറന്നു വരികയാണ് അതല്ലേ. അപ്പോൾ അങ്ങനെ അത് പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നു, വീഴുന്നു. ലേഖക്കോ കട്ടി പതംഗ് ഇത്നി അച്ചി ലഗ് രഹി തി മാനോ വഹ കോയി ആത്മാ ഹോ ജോ സ്വർഗ് സെ മിൽക്കർ ആയി ഹോ. അപ്പോൾ ലേഖകന് ആ പൊട്ടി വന്ന ആ പട്ടം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് ഏതോ ഒരു ആത്മാവാണ്, സ്വർഗത്തിൽ നിന്ന് വരുവാണത്. സ്വർഗ് സെ മിൽക്കർ ആയി ഹോ, സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ആത്മാവിനെ പോലെ. ഓർ ബഡെ ഭാരി മൻ സെ കിസി ദൂസരെ കെ ഹാത്തോ മേ ആനെ കെ ലിയെ ധർത്തി പർ ഉത്തർ രഹി ഹോ. അത് സ്വർഗത്തിൽ നിന്ന് വന്ന് വേറെ ഏതെങ്കിലും കയ്യിൽ പിന്നെ പെടാൻ വേണ്ടിയിട്ട്, വേറെ ഏതെങ്കിലും കയ്യിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നതാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഭാഷ അധ്യായ നിമ്നലിഖിത ശബ്ദോं के दो दो पर्यायवाची शब्द लिखिए. പര്യായവാചി ശബ്ദം എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നസീഹത്ത്. നസീഹത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ് കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ സലാഹ് എന്ന് വെച്ചാൽ ഉപദേശം, സജഷൻ, അഡ്വൈസ് എന്നൊക്കെ പറയില്ല അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇനിയും വേറെ അർത്ഥങ്ങൾ എന്താണ്? ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം. അതിൻ്റെ അർത്ഥം ശിക്ഷ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നല്ല, എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കുക. സീക്ക് എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്, നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, മനസ്സിലാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാഠം എന്ന് പറയില്ലേ, പാഠം പഠിക്കുക. ഉപദേശം തന്നെയാണ് സബക്ക്, അതും അതുതന്നെയാണ്, ഒരു പാഠം പഠിക്കുക എന്ന് പറയില്ലേ, അതാണ് സബക്ക്. അടുത്തത് റോഷ് എന്ന് വെച്ചാൽ ദേഷ്യം.
ക്രോധ്, ഗുസ്സ, ക്ഷോഭ്. ഇതെല്ലാം നമ്മൾ മലയാളത്തിലും പറയുന്ന വേർഡ്സാണ് ഏകദേശം. ഗുസ്സ അല്ല ബാക്കിയെല്ലാം. ഗുസ്സ പിന്നെ എല്ലാവർക്കും അറിയുന്ന വേർഡാണ്. ആസാദി എന്ന് വെച്ചാൽ ഫ്രീഡം, ഫ്രീ ആയിട്ട്, സ്വതന്ത്രത, ആസാദി. പിന്നെ സ്വച്ഛന്തത, സ്വാധീനത, മുക്തി, എല്ലാം ആസാദി, ഫ്രീഡം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. രാജാവിന് നൃപ്, മഹീബ്, നരേഷ്, പ്രജാപാലകെ. താജുബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം. ആശ്ചര്യം എല്ലാവർക്കും അറിയാം, വിസ്മയം അറിയാം, ഹൈറാൻ ഹോന. അടുത്തത് പ്രേംചന്ദ് की ഭാഷ बहुत पैनी और मुहावरेदार है. പ്രേംചന്ദിൻ്റെ ഭാഷ വളരെയധികം, പേനി എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻവോൾവ് ആയിട്ട് പറയുക, വളരെ ഉള്ളിൽ പോയിട്ട് പറയുക, പിന്നെ മുഹാവരകൾ നിറഞ്ഞിട്ടുള്ളതാണ്. ഇസിലിയെ ഇൻകി കഹാനിയ റോചക് ഓർ പ്രഭാവപൂർണ്ണ ഹോത്തി ഹെ. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കഥകൾ വളരെയധികം ഇൻട്രസ്റ്റിങ്ങും എഫക്റ്റീവുമാണ് അല്ലേ. എല്ലാവരുടെയും മുഹാവരകളുണ്ട് ഇഷ്ടം പോലെ. ഇസ് കഹാനി മേ ആപ് ദേखेंगे कि हर अनुच्छेद में 2-3 മുഹാവരെ का प्रयोग किया गया है. എല്ലാ പാരഗ്രാഫിലും ഏകദേശം മുഹാവരകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണതः ഇൻ വാക്യോं को देखिए और ध्यान से पढ़िए. ഈ താഴെ കൊടുത്തിരിക്കുന്നതിലുള്ള മുഹാവരകൾ മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മേരി ജി പഠനെ മേ ബിൽക്കുൽ ന ലഗ്താ താ. എൻ്റെ മനസ്സ് പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പറഞ്ഞാൽ എനിക്ക് തീരെ പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഏക് ഘണ്ട ബി കിതാബ് ലേക്കർ ബൈഠന പഹാഡ് താ. 1 മണിക്കൂർ ബുക്ക് എടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പർവ്വതം പോലെ ആയിരുന്നു. അപ്പോൾ ഇതിൽ പഹാഡ് താ എന്നുള്ളതാണ് മുഹാവര, ചെറിയ രീതിയിലുള്ളതാണ് മുഹാവരകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പർവ്വതം പോലെ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു. ഭായ് സാഹബ് ഉപദേശ് കി കലാമി നിപുൺ തേ. ഭായ് സാഹബ് ഉപദേശം കൊടുക്കാൻ വളരെ എക്സ്പേർട്ടായിരുന്നു. ऐसी ലക്തി ബാത്തേ കഹത്തെ. ഇങ്ങനെയൊക്കെ ഉള്ള ലക്തി ബാത്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തട്ടുന്ന, പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ തട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. ऐसे സൂക്തി ബാൺ ചലാത്തെ. സൂക്തി ബാൺ ചലാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുഷ്, ബാണം വിടുക എന്ന് പറയില്ല, അതുപോലുള്ള പറച്ചിൽ പറയുമായിരുന്നു. മേരെ ജിഗർ കെ ടുക്കടെ ഹോ ജാത്തെ. എൻ്റെ ജിഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരളിൻ്റെ കഷ്ണമാവുമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ജിഗർ കെ ടുക്കടെ ഹോന എന്നുള്ളതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ബഹുത് ദുഃഖി ഹോന. അതിൻ്റെ അർത്ഥം വളരെ ദുഃഖം തോന്നുമായിരുന്നു. ഓർ ഹിമ്മത്ത് ടൂട്ട് ജാത്തെ. പിന്നെ ധൈര്യം ചോർന്നു പോകുമായിരുന്നു. ബഡേ ഭായ് സാഹബ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ ആവശ്യമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വഹ ജാൻലേവ ടൈം ടേബിൾ വഹ ആങ്ക് ഫോർഡ് പുസ്തകെ. ഇതിൽ ജാൻലേവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണൻ എടുക്കുന്ന ടൈം ടേബിൾ, ആങ്ക് ഫോർഡ് പുസ്തകെ കണ്ണു പൊട്ടിക്കുന്ന പുസ്തകങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ളത്, ഇവർക്ക് ചെയ്യേണ്ടി വരുന്ന, പ്രയത്നിക്കാൻ ബുക്കുകൾ. കിസി കി യാദ് ന രഹത്തി. ഒന്നിൻ്റെ ഓർമ്മയുണ്ടാവില്ല. ഓർ ഭായ് സാഹബ് കോ നസീഹത്ത് ഓർ ഫസീഹത്ത് കാ അവസർ മിൽ ജാത്ത. ഭായ് സാഹബിന് എന്താണ്? നസീഹത്ത് ഓർ ഫസീഹത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനും ഉപദേശം തരാനും. നസീഹത്ത് ഉപദേശം കൊടുക്കുക, ഫസീഹത്ത് ഇൻസൾട്ട് ചെയ്യാനുള്ള നല്ല അവസരം കിട്ടും. അടുത്തത് നിമ്നലിഖിത് മുഹാവരോं का वाक्यों में प्रयोग कीजिए. താഴെ കുറച്ച് മുഹാവരകൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കണം. മുഹാവര ആദ്യത്തെ കോളത്തിൽ മുഹാവരയാണ്, രണ്ടാമത്തതിൻ്റെ അർത്ഥം, മൂന്നാമത്തെ കോളത്തിൽ അത് വെച്ചിട്ടുള്ള സെൻറ്റൻസ്. സിർ പർ നങ്കി തൽവാർ ലട്ടക്ന. തലയുടെ മുകളിൽ, നങ്കി എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത, ന്യൂഡായിട്ടുള്ള, അതിൻ്റെ അർത്ഥം ഒറയൊന്നും ഇല്ലാത്ത വാള്. തൽവാർ എന്ന് വെച്ചാൽ വാള് തൂങ്ങിക്കിടക്കുക. അതിൻ്റെ അർത്ഥമാണ് സാക്ഷാത് മോത് ദിഖായി ദേന. ശരിയായിട്ടുള്ള മരണത്തിനെ കണ്ണിൽ കാണുക എന്നാണ് അതിൻ്റെ അർത്ഥം. സാക്ഷാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിലും സാക്ഷാൽ എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അതിൻ്റെ സെൻറ്റൻസ്, SP साहब जब तक आतंकवादियों की कैद में रहे तब तक उनके सिर पर नंगी तलवार लटकी रही. SP साहब എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SP പോലീസ്, എപ്പോൾ വരെ ആതങ്കവാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെററിസ്റ്റുകളുടെ തടവിൽ ഇരുന്നുവോ, കൈദ് എന്ന് വെച്ചാൽ തടവ്, അവരുടെ തടവിലുണ്ടായിരുന്നുവോ അപ്പോൾ വരെ അദ്ദേഹത്തിന് സിർ പർ നങ്കി തൽവാർ, തലയുടെ മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. അതിൻ്റെ അർത്ഥം അവരെപ്പോഴും എന്തും ചെയ്യാം അല്ലേ, മരണം മുന്നിൽ കണ്ടു. നെക്സ്റ്റ്, ആടെ ഹാത്തോ ലേന. ആടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞതെന്നൊക്കെ പറയില്ലേ, കൈകൾ കൊണ്ടെടുക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? കടി ഓർ കഠോർ ബാത്തേ സുനാന. ഭയങ്കര റൂഡായിട്ട്, ഭയങ്കര പിന്നെ കഠോരമായിട്ട്, റഫായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. പറഞ്ഞാൽ നമുക്ക് മനസ്സിന് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ. ജബ് കിസാൻ നെ സാഹുക്കാർ കാ ബ്യാജ് സമയ പർ നഹി ലൗട്ടായ തോ. കിസാൻ, കൃഷിക്കാരൻ, സാഹുക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലിശയ്ക്ക് പൈസയൊക്കെ കടം കൊടുക്കുകയൊക്കെ ചെയ്യില്ലേ വലിയ ആൾ, ഒരു സേട്ട്. അപ്പോൾ
അയാൾ ബ്യാജ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്, പലിശ, പിന്നെ പലിശ കൊടുക്കാതിരുന്ന സമയത്ത് ഈ സാഹുകാരന് ഇയാൾക്ക് കൃഷിക്കാരൻ പലിശ സമയത്ത് കൊടുക്കാതിരുന്നപ്പോൾ നെഹി ലോട്ടായാത്തോ തിരിച്ചു കൊടുക്കാത്ത സമയത്ത് ഉസ്നെ കിസാൻകോ ഖൂബ് ആടെ ഹാത്തോ ലിയ, അയാൾ സാഹുകാർ കൃഷിക്കാരനെ ഭയങ്കരമായിട്ട് കേൾപ്പിച്ചു, എന്തൊക്കെയോ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭയങ്കരമായി വഴക്ക് കേൾപ്പിച്ചു പറഞ്ഞു എന്നർത്ഥം. അന്തേക്ക് ഹാത്ത് ബഠേർ ലഗ്ന, അതിൻ്റെ അർത്ഥം എന്താണ്? അയോഗ്യ വ്യക്തിക്കോ അത്യന്ത മൂല്യവാൻ വസ്തു അനായാസ് മിൽ ജാന, അയോഗ്യ വ്യക്തിക്ക് ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് അത്യന്ത മൂല്യവാൻ വസ്തു, അത്യന്തമായിട്ടുള്ള പറഞ്ഞാൽ വളരെയധികം മൂല്യവാനായിട്ടുള്ള വളരെയധികം വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലും അനായാസ പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ലാതെ മിൽജാന കിട്ടുക. പറഞ്ഞോ അയോഗ്യ വ്യക്തി എന്ന് പറയുന്നത് വെറും മൂല്യവാൻ എന്നല്ല, അത്യന്തം മൂല്യവാൻ, അതുപോലെ അനായാസ കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക് അതിനെ ഒരുപാട് വിലപിടിച്ച എന്തെങ്കിലുമൊക്കെ കിട്ടുക, സാധനങ്ങൾ കിട്ടുക എന്ന് മാത്രമല്ല, പിന്നെ യോഗ്യതയൊന്നും ഇല്ലാതെ ജോലി കിട്ടുക ഒക്കെ ചെയ്യില്ലേ, അതിനാണ് പറയുന്നത് ഇത്. അന്തേക്ക് ഹാത്ത് ബട്ടേർ ലഗ്ന, 20 बार शून्य पर आउट होने खिलाड़ी के शतक बनाकर मैन ऑफ द मैच पाने पर 20 बार शून्य पर आउट होने खिलाड़ी, ഔട്ട് ഹുവേ കിലാടി എന്ന് പറയണം കേട്ടോ. അപ്പോൾ എന്താ പറയണത്? 20ഓളം പ്രാവശ്യം വെറും 0 റണ്ണിൽ ഔട്ടായ ഒരു ഖിലാടി, ഒരു പ്ലെയർ, ഖിലാഡിക്ക് ശതക് ബനാക്കർ, പിന്നെന്താണ് അത്, പിന്നെ ഒരു പ്രാവശ്യം 100 റൺ അടിച്ച് മാൻ ഓഫ് ദ മാച്ച് പാനേപ്പർ, മാൻ ഓഫ് ദ മാച്ച് ആയതിൽ കപ്താനെ കഹാക്കി, അപ്പോൾ ആ ക്യാപ്റ്റൻ പറഞ്ഞു ആജ് തോ അന്തേ കെ ഹാത്ത് ബട്ടേർ ലഗ് ഗയി, ഇന്ന് അന്തേ കെ ഹാത്ത് ബട്ടേർ ലഗ് ഗയി എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്ക് വിചാരിക്കാതെ എന്തൊക്കെയോ കിട്ടി എന്നുള്ള അർത്ഥം. ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, വേറെ എന്തെങ്കിലും എളുപ്പമുള്ള സെൻറ്റൻസ് വല്ലതും എഴുതിക്കോളൂ നിങ്ങൾ. പിന്നെ അടുത്തത് ലോഹയ്ക്ക് ചനേ ചബാന, ലോഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ്, അതിൻ്റെ ചന എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കടലയ്ക്ക് പറയും, ചബാന ചവയ്ക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ലോഹയും കടലയും ഒന്നുമല്ല അവിടെ, അത്യന്ത കഠിൻ കാം ഹോന, വളരെയധികം കഠിനമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക, പറഞ്ഞാൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ആജ് ആതങ്കവാദ് കാ സഫായ കർണ ലോഹെ കെ ചനെ ചബാനെ ജൈസാ ഹോ രഹാ ഹേ, ഇന്നത്തെ കാലത്ത് ആതങ്കവാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെററിസത്തിനെ സഫായ കർണ, അതിനെയൊക്കെ ക്ലീൻ ചെയ്യുക, അതിൻ്റെ അർത്ഥം എന്താണ്? അതിനെയൊക്കെ തുടച്ച് നിൽക്കുക എന്നുള്ള ഒരു കാര്യം എന്താണ്? ലോഹയ്ക്ക് ചനെ ചബാനെ ജൈസ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ദാന്തോ പസീന ആന, പല്ലുകളിൽ വേർപ്പ് വരിക, അതിൻ്റെ അർത്ഥം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക, ബഹോത് കഠിനായി ആന, വേർപ്പ് ശരീരം മാത്രമല്ല പല്ലിൽ കൂടി വരിക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? പല്ലിൽ വേർപ്പ് വരിക എന്നല്ല, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക, പരിശ്രമിക്കുക. हीरा मोती को अपने घर ले जाने में गया को दांतो पसीने आ गया, ഇത് പ്രേംചന്ദിൻ്റെ ഇനിയൊരു കഥയിൽ നിന്നുള്ള ഒരു സെൻറ്റൻസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഹീര മോത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പശുക്കളുടെയൊക്കെ പേരാണ്, പിന്നെ ഒരു പ്രേംചന്ദിൻ്റെ ഒരു കഥയിൽ. അപ്പോൾ അവർ രണ്ടുപേരെയും അപ്നെ ഘർ ലേ ജാനെ മേ, തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗയ എന്ന് പറഞ്ഞ ഒരാൾ, അപ്പോൾ ഗയാക്കോ, ആ ഗയയ്ക്ക് ദാന്തോ പസീനെ ആകിയ, വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു, വളരെ പരിശ്രമിക്കേണ്ടി വന്നു. ഇതല്ലാതെ വേറെ സാധാരണ സെൻറ്റൻസ് എന്തെങ്കിലും എഴുതാം കേട്ടോ. ഉസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് പരീക്ഷ പാസ് ഹോണേമേ, പിന്നെ ദാന്തേ പസീന ആഗയ എന്നൊക്കെ എഴുതാം. അടുത്തത് ഏര ഗേര നത്തു ഗേര, ബേവക്കൂഫ് എവം അത്യന്ത സാധാരണ വ്യക്തി, വളരെ വിഡ്ഢിയായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ആൾക്കാരെ അതിനെയാണ് ഏര ഗേര എന്നൊക്കെ പറയുക, നത്തു ഗേര എന്നൊക്കെ പറയുക. നേതാവോं की चाल एवं छल कपट समझ पाना इस ഏര ഗേര നത്തു ഗേര के वश की बात नहीं है. നേതാക്കളുടെ ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നടപ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെറുതെ വാക്കിംഗ് അല്ല കേട്ടോ അതിൻ്റെ അർത്ഥം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ. എവം ചൽക്കപ്പട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കപടങ്ങൾ തന്നെയാണ്, അവരുടെ കപടമായിട്ടുള്ള സ്വഭാവങ്ങൾ. സമജ് പാന മനസ്സിലാക്കുക എന്നുള്ളത്. ഈസ് ഏരകേര നത്തുകേരാക്കെ വശ് കി ബാത് നഹി ഹെ, അങ്ങനെ സാധാരണ ആൾക്കാരുടെ പറ്റിയതല്ല, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ല. അടുത്ത ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ടിടുന്നുണ്ട് കേട്ടോ, കാരണം അതിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഗ്രാമർ, അതുകൊണ്ട്.